ജീവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അവളും ഒരു ബോട്ടിലാണെന്നുള്ള രീതിയിലാണ് തോന്നിപ്പോകുന്നത്. എപ്പോഴും ആ ഒരു ബോട്ട് ആടിക്കൊണ്ടേയിരിക്കും. അവൾക്കും അതിന്റെ അകത്ത് നിന്നും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുന്നില്ല. ഉറപ്പുള്ള ഒരു മണ്ണിലൊക്കെ ലാൻഡ് ചെയ്യണമെന്നതായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷേ അവൾക്കിപ്പോൾ സുമിൻ മാത്രമാണ് ആ ഒരു സ്ഥാനത്തൊക്കെ ഉള്ളത്. അവളും അതിനെക്കുറിച്ചൊക്കെ അവന്റെ അടുത്ത് സംസാരിക്കുന്നു. ജിഹോക്കും അവനെക്കുറിച്ച് അവളുടെ അടുത്ത് സംസാരിക്കുന്നു. അവന്റെ അമ്മ 15 വർഷം മുമ്പ് മരിച്ചു പോയതായിരുന്നു. അതിനുശേഷം അച്ഛനും ഒരു വിവാഹമൊക്കെ കഴിച്ചു. അവനും ഒരു സഹോദരിയുണ്ട്. ആ അമ്മയും പാവമാണ്. പക്ഷെ അവരുടെ അടുത്ത് നല്ലതുപോലെ ഒന്നും ഇടപെടുവാനായിട്ട് അവന് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ഞാനായിരിക്കും തോൽവി എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ എന്റെ കഥ പറഞ്ഞത്. പക്ഷെ നിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്നെക്കാൾ വലിയ തോൽവിയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും അവനെ കളിയാക്കുന്നു. നിന്റെ അച്ഛൻ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. നിനക്കും ഒരു നല്ല ഫാമിലിനെ കിട്ടിയില്ലേ? പക്ഷെ എന്റെ അച്ഛൻ അതിന് സാധിച്ചില്ല. അതുകൊണ്ടായിരുന്നു എന്റെ അച്ഛനും നേരത്തെ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് അവളും വിഷമിക്കുന്നു. അവന്റെ അച്ഛനും അവനെ തനിച്ചാക്കിയിട്ടല്ലല്ലോ മരിച്ചിട്ട് പോയത്. അവന് പുതിയൊരു ഫാമിലിനെ നൽകിയില്ലേ? അതുകൊണ്ട് തന്നെ അവൾ അവന്റെ അടുത്ത് കൺഗ്രാചുലേഷൻസ് ഒക്കെ പറയുമ്പോഴത്തേക്കും നിനക്ക് നല്ലതും സ്റ്റേബിളുമായിട്ടുള്ള ഒരു ഫ്രണ്ടിനെയൊക്കെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവനും അവൾക്കൊരു കൺഗ്രാചുലേഷൻസ് ഒക്കെ നൽകുകയാണ്. അങ്ങനെ അവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു. അന്ന് അവർ ഒന്നിച്ചു കിടന്നായിരുന്നു ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൾ ഉറങ്ങുന്നതൊക്കെ കാണുകയാണ്. അവൻ വീണ്ടും ഒന്ന് ഉറങ്ങി കുറെ കഴിഞ്ഞിട്ട് എണീക്കുമ്പോഴത്തേക്കും അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. അവൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഷർട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജീഹുക്ക് ഡോങ്സോക്കിന്റെ കൂടെ ജുഡോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ ഡോങ്സോക്ക് അതിൽ തോറ്റുപോകുന്നു. പക്ഷേ ഡോങ്സോക്കാണ് കോളേജിന് വേണ്ടി നാഷണൽ ടീമിലൊക്കെ മത്സരിക്കുവാൻ പോലും ഉള്ളത്. അങ്ങനെ ഇരിക്കെ അവന്റെ മുമ്പിൽ തോറ്റു പോയതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അവന് തന്നെ വിഷമം തോന്നുന്നു. ഇനി ജീഹുക്ക് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി സംസാരിക്കുന്നതൊക്കെ കേൾക്കുകയാണ്. ഞാൻ ഉറങ്ങിയതിനു ശേഷം കൂർക്കമലയൊക്കെ കേട്ടിട്ടായിരുന്നു എണീറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും എന്റെ അടുത്താകട്ടെ കാണുവാനേ കൊള്ളത്തില്ലാത്ത പ്രായം ചെന്ന ഒരു മനുഷ്യനൊക്കെ കിടക്കുന്നതായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അയാൾ എന്തായാലും ഈ ഒരു സ്കൂളിലൊന്നും ആയിരിക്കരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് അവൻ വർത്താനമൊക്കെ പറഞ്ഞ് നടന്നു വരുമ്പോഴത്തേക്കും നേരത്തെ അവൾ സംസാരിച്ച സ്ഥലത്ത് ഒരു പൂച്ച ഫുഡൊക്കെ കഴിക്കുന്നത് കാണുകയാണ്. അങ്ങനെ ഇരിക്കെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ കൊള്ളില്ലാത്ത പ്രായം ചെന്നൊരു വ്യക്തിയെ പോലെയൊക്കെ തോന്നിക്കുമോ എന്ന് അവനും കൂടെ ഉള്ളവരോട് ചോദിക്കുന്നു. അവനും അവരുടെ മുമ്പിൽ ചിരിച്ചൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നിന്നെ കാണാൻ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെ സംസാരിച്ചിട്ട് അവരും പോക്കുകയാണ്. പിറ്റേ ദിവസം ജിഹുക്ക് നടന്നു വരുമ്പോഴത്തേക്കും ജീവൻ പൂച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത് കാണുന്നു. അങ്ങനെ ഇരിക്കെ ജിഹോക്കിന് പൂച്ചേനൊക്കെ പേടി ആയിരുന്നെങ്കിൽ പോലും പിന്നീടുള്ള ദിവസം ആ ഒരു പൂച്ചനൊക്കെ കയ്യിൽ എടുക്കുവാനായിട്ട് അവനും സ്നാക്സ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞുള്ള മറ്റൊരു ദിവസം ആകട്ടെ വളരെ മഞ്ഞൊക്കെ പെയ്യുന്ന സമയത്തും ചിവൺ പൂച്ചയ്ക്ക് ഫുഡൊക്കെ നൽകുകയായിരുന്നു. അവളും കൈയൊക്കെ വെച്ചിട്ടായിരുന്നു മഞ്ഞൊന്നും പൂച്ചയുടെ മേലിലേക്ക് വീഴാതിരിക്കുവാനായിട്ട് നോക്കുന്നത്. അങ്ങനെ ഇരിക്കെ ജീഹുക്കും അതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ പൂച്ചയ്ക്ക് വേണ്ടി ഒരു വീടൊക്കെ പണിതു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം പൂച്ചനെ കാണുവാനായിട്ട് ജീവൺ എത്തുമ്പോഴത്തേക്കും ആ ഒരു വീട്ടിൽ നിന്നും ആയിരുന്നു പൂച്ച ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ രണ്ടുപേരും പല പല രീതിയിൽ പൂച്ചേനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ പണ്ട് എനിക്ക് ഒരുപാട് ചാൻസസ് ഉണ്ടായിട്ട് പോലും ഞാനും അതിലൊന്നും തന്നെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ഒരിക്കൽ ആ ഒരു പൂച്ചനെ വണ്ടി ഇടിക്കുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവനും അതിനെ രക്ഷിക്കുവാനായിട്ട് പോകുന്നതും കാണിക്കുന്നു. ഇനി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവൻ കമ്പനിയിലേക്കൊക്കെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ജനറൽ മാനേജറായിട്ട് അവൻ എത്തുമ്പോഴത്തേക്കും അവിടെയുള്ള സ്റ്റാഫ്സിന്റെ കൂടെ ജീവണ്ണയും അവൻ കാണുന്നു. ജീവണ്ണെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പോലും മാനേജറും അവളെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരിക്കൽ ജീവണ്ണെ കാണുവാനായിട്ട് എത്തിയ സമയത്ത് ജീവണും മിൻഹ്വാനും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിച്ചൊക്കെ നിൽക്കുന്നതായിരുന്നു അവൻ കണ്ടിട്ടുമുണ്ടായിരുന്നത്. പിന്നീട് അവനും അവളെ നേടിയെടുക്കാനുള്ള ശ്രമം എല്ലാം തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവന് രണ്ടാമതായിട്ട് ഒരു ചാൻസും കൂടി ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ചാൻസിൽ അവൻ ഉറപ്പായിട്ടും അവളെ ഉപേക്ഷിക്കുകയില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നു. നേരത്തെ അവന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കൂടി മാറ്റണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ചീഹുക്കും ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ മാറ്റിയതിനു ശേഷം നേരെ ജീവുന്റെ അടുത്തേക്ക് എത്തിയിട്ട് ഇപ്പോൾ ശരിയായോ എന്നൊക്കെ ചോദിക്കുകയാണ്. ജീഹുക്കും ജീവന്റെ അടുത്ത് ചിരിച്ചൊക്കെ സംസാരിച്ചത് കൊണ്ട് മിൻഹ്വാനും ഇപ്പോൾ ജീവന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അവന് നിന്നോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? ഇപ്പോൾ നിനക്ക് വിശ്വാസമായില്ലേ എന്നൊക്കെ മിൻഹ്വാൻ ചോദിക്കുമ്പോഴത്തേക്കും അവളാകട്ടെ അവനൊരു ഗേൾഫ്രണ്ട് ഒക്കെ ഉള്ളതാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുവാനായിട്ട് നോക്കുന്നു. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ട് നടക്കുകയാണോ നീ? എല്ലാ ആണുങ്ങളും ചീറ്റ് ചെയ്യും. അവനാകട്ടെ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവന് മറ്റൊരു പെണ്ണിനെ ഇഷ്ടമാകുവാനുള്ള സാധ്യതയുണ്ട്. എന്തിനേറെ പറയുന്നു, അവനൊരു വൈഫ് ഉണ്ടെങ്കിൽ പോലും അവൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും. അതാണ് ആണുങ്ങളുടെ സ്വഭാവം എന്നൊക്കെ മിൻഹ്വാനും പറഞ്ഞു കൊടുക്കുന്നു. മിൻഹ്വാൻ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ജീവനാകട്ടെ എല്ലാ ആണുങ്ങളും നിന്നെ പോലെയാണെന്നാണോ നീ വിചാരിച്ചിട്ടുള്ളതെന്നൊക്കെ മനസ്സിലും കരുതുന്നുണ്ട്. എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്നൊക്കെ നീ പറഞ്ഞല്ലോ, അപ്പോൾ നീയും അങ്ങനെയാണോ എന്നൊക്കെ ജീവൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാനൊഴികെയുള്ള എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് മിൻഹ്വാൻ സംസാരിക്കുന്നത്.
അതിനിടയ്ക്ക് ജീവനെ വിളിച്ചുകൊണ്ട് രണ്ടുപേര് പോകുന്നു. ജീവനും അവരോട് സംസാരിച്ച് നടന്നു പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അവളിപ്പോൾ വളരെയധികം സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് ജീവനെ വായി നോക്കിക്കൊണ്ട് മിൻഹ്വാൻ ഇരിക്കുകയാണ്. പക്ഷെ സൂമിൻ അവനെ അപ്രോച്ച് ചെയ്യാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അവനും സൂമനുള്ള സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടുവാനായിട്ട് നോക്കുന്നു. ഓഫീസിലുണ്ടായിരുന്ന സ്ത്രീകളാകട്ടെ ജീഹുക്കിന്റെ മാറ്റത്തെ വിശ്വസിക്കുവാൻ സാധിക്കാതെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ജീഹുക്കും റോയിജന്ററിലുള്ള സ്റ്റോക്സ് ഒന്നും തന്നെ വിറ്റിട്ടില്ല. പക്ഷെ ഇപ്പോൾ ആകട്ടെ പലരും അതിലെ സ്റ്റോക്സ് ഒക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കുതിപ്പ് ഉണ്ടാകാതിരുന്നിട്ടും എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്യാത്തതെന്ന സംശയത്തിലായിരുന്നു മുത്തശ്ശൻ ഉണ്ടായിരുന്നതും. എല്ലാവരും തന്നെ ബ്രേക്കിന്റെ ടൈമിലൊക്കെ റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതും ജീഹുക്കിനെ കുറിച്ചായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മൾ മാത്രമാണ് ജീഹുക്കിനെ കുറിച്ച് സംസാരിക്കാത്തതെന്നൊക്കെ ജീവൻ പറയുമ്പോഴത്തേക്കും അവൻ എന്റെ ടൈപ്പിലുള്ള ആളല്ല, അതുകൊണ്ടാണ് ഞാൻ അവനെ കുറിച്ച് പറയാത്തതെന്നൊക്കെ ഹയൂൺ പറയുന്നു. എല്ലാവരും ഒരാളെ ഡേറ്റ് ചെയ്തതിനു ശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാറുള്ളതെന്നൊക്കെ തമാശയായിട്ട് ജീവനും ഓർക്കുകയാണ്. എന്റെ വിവാഹം കഴിഞ്ഞതുകൊണ്ടാണ് ഞാനും അതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്നൊക്കെ ജൂറാനും പറയുന്നു. അങ്ങനെ ഇരിക്കെ അവര് മിൽക്കിറ്റിന്റെ പ്രൊജക്ടിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. സൂമിനും അവിടെ ഒരാവശ്യവുമില്ലാതെ കുറെ അധികം കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് സുമിൻ വളരെ നല്ലൊരു വ്യക്തിയാണെന്നൊക്കെ ബാക്കിയുള്ളവരെ തെളിയിക്കുവാനായിട്ടായിരുന്നു അവൾ അങ്ങനെ ചെയ്യുന്നത് പോലും. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ജീവന് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഫ്രണ്ട്സിനെ കിട്ടാതെ അവൾ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ ആഴ്ചയും ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് നിന്നും അവൾ പഠിക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോകുമായിരുന്നു. അവളെ ലൈബ്രറിയിലൊക്കെ എത്തിയതിനു ശേഷം അവൾക്ക് കൂട്ടും ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവൻ വളരെയധികം ഹാപ്പി ആയിരുന്നു എന്നൊക്കെ സുമൻ പറയുമ്പോഴത്തേക്കും നീ എപ്പോഴും അവളെ കാണുവാനായിട്ട് അവളുടെ സ്ഥലത്തൊക്കെ പോകുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൾക്ക് മറ്റു ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കുക എന്ന് ഹയ്യൂണൻ ചോദിക്കുന്നു. ജീവനും വലിയൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും മാനേജർക്ക് എപ്പോഴും അവളുടെ അടുത്തൊരു അസൂയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ കൊടുക്കുന്നത് അയാളും ഒരു ഹോബി ആയിട്ടൊക്കെ കണ്ടിരുന്നു. അങ്ങനെ അയാളും അവൾക്ക് അയാളുടെ കാറിന്റെ കീ ഒക്കെ കൊടുത്തിട്ട് കാറൊക്കെ മാറ്റിയിടുവാനായിട്ടും ആവശ്യപ്പെടുകയാണ്. പണ്ടും ഇതുപോലെ ജീവൻ കാറൊക്കെ മാറ്റിയിട്ട് വരുന്ന സമയത്ത് സോമിനും അവൾക്ക് വേണ്ടി കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. അതായത് സോമിന് മാത്രമേ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാക്കൂ എന്നൊക്കെ തെളിയിക്കുവാനായിട്ട് വേണ്ടി ആയിരുന്നു അത്. സോമിന് ഫുൾ ടൈം എംപ്ലോയി ആകുവാനായിട്ട് ഈ ഒരു പ്രോജക്റ്റിൽ പങ്കെടുത്തേ മതിയാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജിയോണിനെ സോപ്പിടുവാനായിട്ടൊക്കെ സോമിൻ ശ്രമിക്കുകയാണ്. മാനേജറും ജിയോണിനെ വിളിപ്പിച്ചിട്ട് വളരെയധികം ദേഷ്യപ്പെട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. പ്രൊജക്ട് റിവൈസ് ചെയ്തതൊക്കെ ഇതുവരെയായിട്ട് മാനേജറിനെ ഏൽപ്പിക്കാത്തത് കൊണ്ടാണ് അയാൾ അങ്ങനെ സംസാരിക്കുന്നതെങ്കിലും അയാളും ഇപ്പോൾ അവളുടെ കൂടെ ഈ പ്രൊജക്ട് ഒക്കെ ചെയ്യുവാനായിട്ട് ആരൊക്കെ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കുന്നു. പിന്നീടാകട്ടെ അവൾ അവിടെ നിന്നും ഇറങ്ങി പോകുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അവളായിട്ട് സോമിന് പ്രൊജക്ട് നൽകാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ മാനേജറും ആ ഒരു പ്രൊജക്ട് ഒക്കെ സൂമിനെ ഏൽപ്പിക്കുവാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. നീ ഇന്ന് രാത്രി ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോയി ഫുഡൊക്കെ കഴിച്ചാലോ എന്നൊക്കെ ചീക്കൊക്കെ ജീവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളാകട്ടെ കുറച്ച് പേഴ്സണൽ പ്ലാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. അവളും പേഴ്സണൽ പ്ലാൻ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഉൺഹോനെ കാണുവാനായിട്ട് പോകുന്നതായിരുന്നു. ഉൺഹോ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിന് അതിന്റെ കൂടെ ഒരു വൈൻ ഷോപ്പ് കൂടി ഉണ്ട്. അവിടേക്കായിരുന്നു അവൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അവരും വളരെയധികം വില കൂടിയ രീതിയിലുള്ള വൈൻസ് ഒക്കെ അവൾക്ക് നൽകുന്നു. മിൻഹ്വാനും ജീവനെ കൂട്ടി ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. അതിനുവേണ്ടി ജീവനെ ഒരുപാട് തവണ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കാതെ ആക്കുമ്പോഴത്തേക്കും സൂമിനെയും അവൻ കോൾ ചെയ്ത് നോക്കുന്നു. സൂമിനും കുറച്ച് കൂട്ടിയൊക്കെയാണ് മിൻഹ്വാന്റെ അടുത്ത് പറയുന്നത്. അവളും വളരെ നന്നായി ഡ്രസ്സൊക്കെ ചെയ്തതിനു ശേഷം ഒരുപാട് നേരം കണ്ണാടിയിലൊക്കെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാനാകട്ടെ നീയുമായിട്ട് അവൾ ഡേറ്റിന് വരികയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൾ എവിടെ പോയെന്നുള്ള കാര്യം എനിക്ക് അറിയുകയില്ല എന്നൊക്കെയാണ് സുബിൻ പറയുന്നതും. നീ എന്തായാലും ജീവനെ കുറിച്ച് കൺട്രോൾ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ജീവന് ജനിച്ചതിന് ശേഷം ജീവന്റെ അമ്മയും മറ്റൊരാളുടെ പിറകെയൊക്കെ പോയതായിരുന്നു എന്നൊക്കെ സോമിൻ പറഞ്ഞതിന് ശേഷം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞ് അത് തിരുത്തുവാനായിട്ട് ശ്രമിക്കുന്നു. ജീവൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ജീവന്റെ അമ്മ അവളെ ഉപേക്ഷിച്ചു പോയതാണെന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ മറ്റൊരു ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യമൊന്നും എനിക്ക് അറിയുകയില്ലായിരുന്നു എന്നൊക്കെ മിൻഹ്വാൻ പറയുമ്പോഴത്തേക്കും ശരിക്കും അങ്ങനെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അവളുടെ അമ്മേനെ പോലെ തന്നെ അവൾ മാറുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജെനറ്റിക്സ് അങ്ങനെയാണല്ലോ. നീയും വളരെ നല്ലൊരു വ്യക്തിയാണ്. ഞാനും ജീവനെ ഒന്ന് കോൾ ചെയ്ത് നോക്കാമെന്നൊക്കെ സുബിൻ പറയുകയും പിന്നീട് കോൾ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അവർ തമ്മിൽ ഒരടിയൊക്കെ നടക്കണമെന്നായിരുന്നു സുബിൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഹോയും ജീവനും കൂടി ചേർന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ജീവൻ എഴുതിയിട്ടുണ്ടായിരുന്ന കത്തൊക്കെ ഇപ്പോൾ ഉൺഹോ ജീവന് നൽകി കഴിയുമ്പോഴത്തേക്കുമാണ് അതിലെ ഹാൻഡ് റൈറ്റിംഗ് പോലും ജീവന്റേതായിരുന്നു. സോമനും അവളുടെ ഹാൻഡ് റൈറ്റിംഗ് പോലും കോപ്പി അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവളും മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നു. ഇപ്പോൾ ആകട്ടെ ഉൺഹോയുടെ അടുത്ത് അവളും അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന ഉൺഹോയും വളരെ പൊക്കമുള്ള കണ്ണടിയൊക്കെ വെച്ചിട്ടുള്ള ഓൾഡ് ഫാഷൻ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന വളരെ വില കൂടിയ ഒരു വാച്ച് കേട്ടിട്ടുള്ള ആളാണോ നിന്റെ ബോയ് ഫ്രണ്ട് എന്നൊക്കെ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും നിനക്ക് എങ്ങനെയാണ് ജീഹുക്കിനെ അറിയാവുന്നതെന്ന് ജീവനും ചോദിക്കുകയാണ്. അവനായിരുന്നു എന്നെ കാണുവാനായിട്ട് എത്തുകയും എന്നെ റീയൂണിയനെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്.
പക്ഷെ എങ്ങനെയാണ് ആ ഒരു റീയൂണിയന്റെ കാര്യം അവൻ അറിയാവുന്നതെന്നോ എന്നെ അവൻ അറിയാവുന്നതെന്നോ എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് കൂടി ഉൺഹോ പറയുകയാണ്. അവനും നിന്നെക്കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലായിരുന്നോ എന്നൊക്കെ ഉൺഹോയും ചോദിക്കുന്നു. അപ്പോഴായിരുന്നു അതുവഴി ജിഹുക്കൊക്കെ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നത്. ജിഹുക്കും അവർ സംസാരിച്ചെടുക്കുന്നതെല്ലാം തന്നെ കാണുകയാണ്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ മറ്റു എത്രയും വേഗം കാണാം. ബൈ.